ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഇനി അമേരിക്കൻ സൈനിക താവളങ്ങളുടെ കവചമായി പ്രവർത്തിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ഈദ് അൽ അദ്ഹ പ്രമാണിച്ച് നൽകിയ സന്ദേശത്തിലാണ് മുജ്തബ ഇക്കാര്യം അറിയിച്ചത്. ഇറാന്റെ സൈന്യം മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നും ഖമനേയി മുന്നറിയിപ്പ് നൽകി. ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറഞ്ഞു വരികയാണെന്നും അവർക്കിനി മേഖലയിൽ സുരക്ഷിതമായ ഒളിത്താവളങ്ങൾ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ പ്രവൃത്തികൾ തുടരുന്നതിനും മേഖലയിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിനും അമേരിക്കയ്ക്കിനി സുരക്ഷിതമായ ഒരിടവും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകില്ലെന്ന് ഖമനേയി മുന്നറിയിപ്പ് നൽകി. ഓരോ ദിവസവും കഴിയും തോറും അമേരിക്ക അതിന്റെ പഴയ പ്രതാപത്തിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും വളരെ ദൂരേക്ക് പിന്തള്ളപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ഇസ്രയേലും അതിന്റെ ഭരണാധികാരികളും അവരുടെ വിനാശകരമായ നിലനിൽപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്നും ഇറാന്റെ പരമോന്നത നേതാവ് തന്റെ സന്ദേശത്തിൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പിതാവ് അലി ഖമേനി വധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖമനേയി ചുമതല ഏറ്റിട്ട് 10 ആഴ്ച പിന്നിട്ടെങ്കിലും അദ്ദേഹം ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയോ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഫെബ്രുവരി 28 വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റുവെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹജ്ജ് ദിനത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ പുതിയ രേഖാമൂലമുള്ള സന്ദേശം പുറത്തുവരുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ 14 ധാരണാപത്രം സംബന്ധിച്ച് ഏകദേശം ധാരണയിലെത്തിയതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ കരാർ പ്രകാരം യുദ്ധം താൽക്കാലികമായി നിർത്താനും കൂടുതൽ ചർച്ചകൾക്കായി 60 ദിവസത്തെ സമയം അനുവദിക്കാനും സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ ചരക്ക് നീക്കം ഉറപ്പാക്കുന്നതിന് പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം നീക്കം ചെയ്യുന്നതിനാണ് ചർച്ചകൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. യുറേനിയം ശേഖരം കൈവിടാൻ ഇറാൻ സമ്മതിച്ചതായി അമേരിക്കൻ ഉദ്യോഗസ്ഥരും സൂചിപ്പിക്കുന്നു. എങ്കിലും ഇറാന്റെ ആണവ പദ്ധതികളും ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും സംബന്ധിച്ച് ഇരുപക്ഷവും തമ്മിൽ ഇപ്പോഴും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ അംഗീകാരത്തിന് ശേഷം മാത്രമേ ഈ കരാറിൽ അന്തിമ തീരുമാനമുണ്ടാവൂ. ഇറാനും യുഎസും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ച സുപ്രധാന വിവരം പങ്കുവച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഒന്നുകിൽ അമേരിക്കയ്ക്ക് കൈമാറി അവ നശിപ്പിക്കും, അല്ലെങ്കിൽ ഇറാന്റെ സഹകരണത്തോടെയും ഏകോപനത്തോടെയും അവിടെ വെച്ചോ അല്ലെങ്കിൽ മറ്റൊരു സ്വീകാര്യമായ സ്ഥലത്തോ അറ്റോമിക് എനർജി കമ്മീഷനെയോ അതിന് തുല്യമായ സ്ഥാപനത്തെയോ സാക്ഷിയാക്കി അവ നശിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ അവകാശവാദത്തോടെ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. ഇറാനിയൻ പ്രതിനിധി സംഘം നിലവിൽ ഖത്തറിലാണുള്ളത്. സമാധാന കരാർ സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് വഴിമുടക്കി നിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് സന്ദർശനം. ഇതിനിടെ ദക്ഷിണ ഇറാനിൽ US ആക്രമണം നടത്തിയത് സമാധാന ചർച്ചകളെ ബാധിക്കുമോ എന്നത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ശത്രുക്കളുടെ അമിതമായ ആവശ്യങ്ങൾക്ക് രാജ്യം വഴങ്ങില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. ഇറാന്റെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്ന രീതിയിലാണ് ചർച്ചകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും ഇറാൻ ഒരു സാഹചര്യത്തിലും സമ്മർദ്ദങ്ങൾക്കും അമിതമായ ആവശ്യങ്ങൾക്കും വഴങ്ങില്ലെന്നും പെസഷ്കിയാൻ പറഞ്ഞു. ബലപ്രയോഗത്തിലൂടെ ഇറാനെ കീഴടക്കാമെന്നത് വെറുമൊരു മിഥ്യാബോധം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഹോർമൂസ് കടലിടുക്ക് ഏതു വിധേനയും തുറക്കുമെന്നും അറിയിച്ചു. തെക്കൻ ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലും ഹോർമൂസിലുമാണ് വൻതോതിൽ ആക്രമണമുണ്ടായത്. സ്വയം പ്രതിരോധത്തിനാണ് ആക്രമിച്ചതെന്നായിരുന്നു US സൈന്യത്തിന്റെ അവകാശവാദം. ഇറാൻ സൈന്യം ഉയർത്തിയ ഭീഷണിയിൽ നിന്ന് സംരക്ഷണമെന്നോണം ആക്രമണം നടത്തി. മൈനുകൾ വിതറാനുള്ള ഇറാൻ ബോട്ടുകളുടെ ശ്രമം പരാജയപ്പെടുത്തിയെന്നും മിസൈൽ ലോഞ്ചിംഗ് കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയെന്നും സെൻകോമിന്റെ പ്രസ്താവനയിൽ പറയുന്നു. വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും US സൈന്യത്തെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഇനിയും തുടരുമെന്നും US സെൻട്രൽ കമാൻഡ് വക്താവ് പറഞ്ഞു. US ആക്രമണത്തിൽ ഇറാൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ബന്ദർ അബ്ബാസിലുണ്ടായ സ്ഫോടനങ്ങൾ അന്വേഷിക്കുകയാണെന്നും വ്യോമ പ്രതിരോധം പ്രവർത്തനക്ഷമമാണെന്നും IRGC അറിയിച്ചു. 3 മാസത്തോളമായി നീളുന്ന യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി ഇറാന്റെ പ്രതിനിധി സംഘം ഖത്തറിൽ തുടരുന്നതിനിടെയാണ് US ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.